പരിശോധിക്കുകയാണ്. 2006 നമ്മുടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു മുംബൈയിലുണ്ടായ ട്രെയിൻ സ്ഫോടന പരമ്പര. ജൂലൈ 11 സംഭവം ഉണ്ടാകുന്നത്. ജൂലൈ 11 മിനിറ്റിനുള്ളിലാണ് 7 ബോംബുകൾ വിവിധ ലോക്കൽ ട്രെയിനുകളിലായി പൊട്ടിത്തെറിച്ചത്. അതിൽ 180ഓളം പേർ മരണപ്പെടുകയും അതിന് പിന്നാലെ തന്നെ ഗുരുതരമായി ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കേസെടുത്ത് അന്വേഷിച്ചു. 12 പ്രതികൾക്ക് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചു. അതിൽ 5 പേർക്ക് വധശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തം ശിക്ഷയുമാണ് കോടതി വിധിച്ചത്. പക്ഷേ ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കോടതി വിധി മരവിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് ഈ 12 പ്രതികളെയും കുറ്റവിമുക്തരാക്കുകയാണ് ബോംബെ ഹൈക്കോടതി ചെയ്തത്. അതിന് പലവിധ കാരണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവർക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, വലിയ വീഴ്ച തന്നെ പ്രോസിക്യൂഷനുണ്ടായി എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്. പക്ഷേ അതിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. സുപ്രീം കോടതി ബോംബെ ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പ്രതികളോട് ജയിലിലേക്ക് മടങ്ങിപ്പോകണമെന്ന നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ കോടതി വിധിയെ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കേസ്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഒരു ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ദാസർ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സുപ്രീം കോടതി നീക്കം, സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപെടലിനെ എങ്ങനെയാണ് കാണുന്നത്? എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഇതിൽ ഈ വിധി വന്നപ്പോഴേ ഈ 12 പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്ന ദിവസം തന്നെ ഫഡ്നാവിസ് മഹാരാഷ്ട്രയിൽ നിന്ന് ദിസ് ഇസ് ഷോക്കിംഗ് ജഡ്ജ്മെൻ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ഇത് സ്റ്റേ ചെയ്തു എന്ന് പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വാചകം എന്താണെന്ന് വെച്ചാൽ ദ ഇംപ്യൂൺ ജഡ്ജ്മെൻറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് പ്രസിഡൻറ്റ് എന്നാണ്. ഇതൊരു കീഴ്വഴക്കമായിട്ട് ഈ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ വാദിച്ചതും അത് തന്നെയാണ്. എന്താണ്, ഞങ്ങൾ ഇവരെ തിരിച്ച് ജയിലിലേക്ക് അയക്കണം എന്ന് ആവശ്യപ്പെടുന്നില്ല, പക്ഷെ ആ വിധിക്കൊരു സ്റ്റേ വേണം. അതിൽ ഭയങ്കര തമാശ ഉണ്ടല്ലോ. വിധി എന്താണ്? ഇവരെ സമ്പൂർണ്ണമായിട്ട് കുറ്റവിമുക്തരാക്കുകയാണ്. എല്ലാവരും ജയിലിൽ നിന്ന് ഇറങ്ങി അവരുടെ കുടുംബത്തിലേക്ക് എത്തി 19 വർഷത്തിന് ശേഷം സമ്പൂർണ്ണ നിരപരാധികളായിക്കൊണ്ട്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് പോകുന്ന എന്താണത്, അത് സ്റ്റേ ചെയ്യണം. സ്റ്റേ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ വാദിക്കുമ്പോൾ തന്നെ സോളിസിറ്റർ ജനറൽ പറയുന്നുണ്ട്, എന്ത് പിന്നെ ജയിലിലേക്ക് തിരിച്ചയക്കണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര വിചിത്രമായുള്ളൊരു കാര്യമാണ്. പക്ഷേ കോടതി അത് കേട്ടു. കാരണം സ്റ്റേറ്റ് ഒരു അതിൻ്റെ റീസണായിട്ട് സോളിസിറ്റർ ജനറൽ പറയണത് എന്താണ്, മക്കോക്കയുടെ കീഴിൽ തന്നെ സമാനമായ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്, വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇതൊരു പ്രസിഡൻ്റായിട്ട് വരും, ഇതൊരു കീഴ്വഴക്കമായിട്ട് വരും. അത് എന്താണ് നെഗറ്റീവായിട്ടുള്ള വലിയ ഈ വിധിയെ ആധാരമാക്കും. മനസ്സിലായി? എപ്പോഴും ഒരു ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ വേറൊരു ജഡ്ജ്മെൻറ്റ് റെഫർ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിലുള്ള പല കാര്യങ്ങളും അതിനെ ആധാരമാക്കും. അതുകൊണ്ട് ഇതെന്ത് ചെയ്യാൻ പാടില്ല, ഇതൊരു ഒരു റെഫറൻസ് ആക്കി എടുക്കാൻ പാടില്ല. അതാണ് ഇവരുടെ വാദം. ഇവിടെ മാത്രം മെക്കോക്കയുടെ മാത്രമല്ല, ഭോപ്പാൽ കേസ് നടക്കുന്ന അഹമ്മദാബാദ് കേസ് നടക്കുന്ന. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രകാരം അഹമ്മദാബാദ് ബ്ലാസ്റ്റിൽ പ്രതികളായിട്ട് 3 മലയാളി ചെറുപ്പക്കാർ ഇതേപോലെ 18-19 വർഷമായിട്ട് 2008 മുതൽ ഭോപ്പാൽ ജയിലിൽ കിടപ്പുണ്ട്. അതിലെ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസാർ ഷിബ്ലി ഷാദുലി, അതെ, ഈ 3 പേര് ഈരാറ്റുപേട്ടക്കാരാണ്. ഇവർ 2008 മാർച്ചിലാണ് ഇൻഡോറിൽ നിന്ന് പോലീസ് പിടിക്കുന്നത്. 2008 മാർച്ച്, അത് ശ്രദ്ധിക്കണം. 2008 ജൂലൈയിലാണ് അഹമ്മദാബാദ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് ബ്ലാസ്റ്റ് നടക്കുമ്പോൾ ഇവർ ജയിലിലാണ്, പക്ഷേ ഇവർ അഹമ്മദാബാദ് ബ്ലാസ്റ്റ് കേസിലെ പ്രതികളാണ്. വിചിത്രമായ കാര്യങ്ങളാണ്. അവർ 10-18 വർഷമായി ജയിലിൽ കഴിയുന്നു. അവരുടെ വിചാരണ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്വഭാവത്തിലുള്ള ടെറർ കേസുകളിൽ വിചാരണ നടക്കുമ്പോൾ അതിനെയെല്ലാം ഇത് എഫക്റ്റ് ചെയ്യും, ഈ പറയുന്ന വിധി എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യണമെന്നാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. സോളിസിറ്റർ ജനറൽ വാദത്തെ കോടതി അംഗീകരിച്ചു. അപ്പോൾ ഞാനിത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഡിബേറ്റ് നടക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ നേരത്തെ ദിവ്യ പറഞ്ഞല്ലോ, ഈ ബോംബെ ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കുന്ന വിധിയിൽ തെളിവുകളുടെ അഭാവം മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ മൊഴികളെല്ലാം ബൈ ടോർച്ചർ, ഇവരെ പീഡിപ്പിച്ചിട്ട് എടുത്ത മൊഴികളാണെന്നാണ്. അപ്പോൾ വിധിപ്പകർപ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മെഡിക്കൽ തെളിവുകൾ പോലും ഉണ്ട് ഇവർ പീഡനത്തിന് വിധേയമായി. അത് ഗുരുതരമായുള്ള സാഹചര്യമല്ലേ? പ്രതികളെ പ്രോസിക്യൂഷൻ അല്ല പോലീസ് പീഡിപ്പിക്കുക, മൊഴി എഴുതിയെടുക്കുക, അത് കോടതിയിൽ സമർപ്പിക്കുക. അങ്ങനെയാകുമ്പം അത് നിയമവിരുദ്ധമായൊരു പ്രവർത്തനമാണല്ലോ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസും ഈ വിധിയും
കൂടുതലൊരു വൈഡർ ഡിബേറ്റിലേക്ക് പോകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിത് കാരണമാകും. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്, ഈ പറയുന്ന ഇവർക്കെതിരായ ടോർച്ചർ. അങ്ങനെ ടോർച്ചർ നടന്നിട്ടുണ്ടെന്ന് കോടതി തന്നെ അംഗീകരിക്കുന്നു. അതിൽ പ്രതികൾ ആരൊക്കെ, ആ ടോർച്ചർ ചെയ്ത പോലീസ് ഓഫീസേഴ്സ് ആര്, അവർക്കെതിരെ നടപടി വേണ്ടേ, അവർക്കെതിരെ ശിക്ഷാ നടപടി ചെയ്യുന്നത് ഒരു ക്രിമിനൽ ആക്റ്റാണല്ലോ ചെയ്തിരിക്കുന്നത്, ശിക്ഷാ നടപടി വേണ്ടേ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ടുള്ള ചോദ്യം എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഈ കേസിനെതിരെ അപ്പീലിന് പോയിരിക്കുകയാണ്. അതേസമയം തന്നെ ഇവർക്കും, ഈ പ്രതികളാക്കപ്പെട്ട ഇരകളായ മനുഷ്യർക്കും വേറെ നിലക്കുള്ള കോടതി വ്യവഹാരങ്ങൾ നടത്താം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ റോങ്ഫുൾ പ്രോസിക്യൂഷൻ്റെ പേരിൽ തങ്ങളുടെ ജീവിതം മുഴുവൻ ഹോമിക്കപ്പെട്ട നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇവർ തന്നെ 18 വർഷം ഇവരുടെ ഇത് പോയി. യൗവനമാണ് 18, ഏറ്റവും തീക്ഷ്ണമായ യൗവനം അവരുടെ ജയിലിൽ നഷ്ടപ്പെട്ടു. അവരുടെ ജയിലിൽ നഷ്ടപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ ബിസിനസ്, അവരുടെ പഠനം, അവരുടെ മക്കളുടെ വളർച്ച, അവരുടെ കുടുംബത്തിൻ്റെ സാമൂഹിക സ്ഥാനം, ഇതെല്ലാം നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ റോങ്ഫുൾ പ്രോസിക്യൂഷനിലൂടെ ദീർഘകാലം ജയിലിൽ കിടന്ന നൂറുകണക്കിന് മനുഷ്യർ ഇന്ത്യയിലുണ്ട്. അവരിൽ എനിക്കൊന്നൊരു ചുരുങ്ങിയൊരു 15 പേരെങ്കിലും അവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇന്ത്യൻ ലിറ്ററേച്ചറിലൊരു ജോണറായി മാറിയിട്ടുണ്ടെന്ന് പറയാവുന്ന വിധം ഈ പറയുന്ന എക്സ് പ്രിസണേഴ്സ് ലിറ്ററേച്ചർ ഇവിടെ അവൈലബിൾ ആണ്. ഈ മുംബൈ കേസിൽ തന്നെ നേരത്തെ പുറത്തിറങ്ങപ്പെട്ട ഖാലിദ് ഷെയ്ഖ്, അവനെക്കുറിച്ച് സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റോങ്ഫുൾ പ്രോസിക്യൂഷന് വിധേയരായിട്ടുള്ള മനുഷ്യർ, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും 2008 മുഹമ്മദ് ഹനീഫ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ ഡോക്ടർ, അയാൾ ചിക്മംഗ്ലൂർ സ്വദേശിയാണ്, കർണാടകയിൽ. അയാൾ ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത്, പ്രാക്ടീസിങ് ഡോക്ടറാണ്. ആ സമയത്താണ് ഈ ഗ്ലാസ്കോ എയർപോർട്ട്, ബ്രിട്ടനിലെ ഗ്ലാസ്കോ എയർപോർട്ടിൽ ബ്ലാസ്റ്റ് നടക്കുന്നത്. അതിൽ ഇവൻ പ്രതിയാന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയൻ പോലീസ് ഇവനെ പിടിച്ചു. ഇവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലേക്ക് പോകുന്ന അവിടെ വിമാനം ഇറങ്ങിയ സമയത്ത് മറ്റാണ് ഇവനെ പ്രതിയാന്ന് പറഞ്ഞ് പിടിച്ചു. ഇന്ത്യൻ മീഡിയ അത് ഭയങ്കരമായിട്ട് അതിനെ ആഘോഷിച്ചു. ഇന്ത്യൻ സിമി ഠറാർ ലിങ്ക്സ് ഗോസ് ടു ബ്രിട്ടൻ ആൻഡ് ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരമായുള്ള അവസർപ്പ കഥകൾ. ആ സമയത്ത് നടക്കുന്ന ഈ 2004 മുതലുള്ള കാലത്ത്, പ്രത്യേകിച്ച് UPA ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ നടക്കുന്ന സ്ഫോടനങ്ങൾക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാകും. സ്ഫോടനം നടക്കും, കുറേ ആളുകളെ പിടിക്കും. മൂന്നാമത്തെ ദിവസം എല്ലാ സ്ഫോടനങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ ദിവസം ദ ഹിന്ദു പത്രത്തിൽ പ്രവീൺ സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായിയുണ്ട്. അവൻ ദീർഘമായുള്ള അപസർപ്പക നോവൽ സ്വഭാവത്തിലുള്ള കഥകൾ എഴുതും. ഇങ്ങനെയൊക്കെയാണ് അത് നടക്കാറ്. അതേപോലെ ഈ ഹനീഫയെക്കുറിച്ചും അപസർപ്പക സ്വഭാവത്തിലുള്ള കഥകൾ ഇന്ത്യൻ മീഡിയയിൽ അതിഭയങ്കരമായിട്ട് വന്നു. പക്ഷേ ഓസ്ട്രേലിയ അവർ കുറച്ച് പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഒരു 12 ദിവസമായിട്ടുള്ളൂ. 12 ദിവസത്തിന് ശേഷം പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞു ഇത് റോങ്ഫുൾ ഇതാണ്, ഇദ്ദേഹം ഈ കേസിൽ ഇതുമായിട്ട് ഇങ്ങനെ യാതൊരു ബന്ധമില്ല. അയാൾ വെറുതെ വിട്ടു. മാത്രമല്ല, പിന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ മനുഷ്യന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വലിയ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. ആ നഷ്ടപരിഹാര തുക എത്രയാണെന്ന് ഒഫീഷ്യലി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല, ഹനീഫയും പറഞ്ഞിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ വന്നത് $1 million ആണെന്നാണ്. $1 million 12 ദിവസം ഇവൻ അകത്ത് കിടന്നിട്ടുള്ളതാണ്, മനസ്സിലാക്കണം. $1 million ഇയാൾക്ക് കോമ്പൻസേഷൻ കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രയാസം, പ്രൊഫഷണൽ വന്നുള്ള നഷ്ടം, അയാളുടെ റെപ്യൂട്ടേഷൻ വന്നുള്ള നഷ്ടം, അയാളുടെ ഒരു സൈക്കോളജിക്കൽ ട്രോമ, ഇതെല്ലാം കണക്കുകൂട്ടിയുള്ള എമൗണ്ടാണ്. നോക്കൂ, അങ്ങനെ ഒരു സംഗതി ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്നത്തെ ബജറ്റ് മതിയാവില്ല. ഇന്ത്യയുടെ ഇന്നത്തെ നാഷണൽ യൂണിയൻ ബജറ്റ് ഒരു 4 ഇരട്ടിയൊക്കെ ആക്കി വർദ്ധിപ്പിക്കേണ്ടി വരും. കാരണം റോങ്ഫുൾ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫാഷൻ ഓഫ് ദ ഡേ ആയി മാറിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര പേര് വിചാരണ തടവുകാരാണ് നമ്മുടെ തടവുകാരിൽ ഭൂരിപക്ഷവും, അത് മനസ്സിലാക്കണം. വിചാരണ തടവുകാരാണ് തടവുകാരിൽ ഭൂരിപക്ഷം. പ്രത്യേകിച്ച് ടെറർ കേസുകളിൽ, ജയ്പൂർ ബ്ലാസ്റ്റ്, അഹമ്മദാബാദ് ബ്ലാസ്റ്റ്, ഇപ്പോൾ മുംബൈ ബ്ലാസ്റ്റ്, എല്ലാം പ്രതികൾ വെറുതെ, അത് നമ്മൾ മനസ്സിലാക്കണം. പ്രതികളുടെ ശിക്ഷ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, വെറുതെ വിടുകയാണ് ചെയ്യുന്നത് 10, 12, 18 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 2018 ലോ കമ്മീഷൻ ഈ ഒരു റെക്കമെൻഡേഷൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോ കമ്മീഷൻ റിപ്പോർട്ട് 277 നമ്മൾ റോങ്ഫുൾ പ്രോസിക്യൂഷൻ ആൻഡ് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ലീഗൽ റെമഡീസ് എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട്. അതിൽ പറയുന്നത് എന്താണ്, ഈ പറയുന്ന സ്വഭാവത്തിൽ റോങ്ഫുൾ പ്രോസിക്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇരകളാക്കപ്പെട്ട ആളുകൾക്ക്
കോമ്പൻസേഷൻ കൊടുക്കാൻ ഇന്ന് ഇന്ത്യയിൽ നിയമമില്ല. ഇന്ത്യയിൽ അതിന് നിയമമില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യുകയാണ് 2018 ലോ കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടി ഭാഗമായിട്ടുള്ള ക്വിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന അന്ന് ലോ കമ്മീഷന് ഈ ഒരു സംഗതി വെച്ചിട്ട് റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നു, ഒരു നിവേദനം കൊടുത്തു. അതും ഈ ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ അവർ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമില്ലാഞ്ഞിട്ടും ചില സന്ദർഭങ്ങളിൽ സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ട് നമ്പിനാരായണൻ്റെ കേസ്, നഷ്ടപരിഹാരം കൊടുക്കണം, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം. ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമില്ല. റോങ്ഫുൾ പ്രോസിക്യൂഷന് വിധേയമായിട്ടുള്ള ഒരാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാൻ ഇന്ത്യയിൽ നിയമമില്ലാഞ്ഞിട്ടും നമ്പിനാരായണൻ സുപ്രീം കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യുന്നു. 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. ഈ മക്ക മസ്ജിദ് ബ്ലാസ്റ്റിൽ ഇതേപോലെ ജയിലിൽ കിടക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർക്ക് തെലങ്കാന സർക്കാർ, അത് കോടതി ഉത്തരവ് പ്രകാരമല്ല, തെലങ്കാന സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. ആ നഷ്ടപരിഹാരം കൊടുത്തതെന്ന് വെച്ചാൽ മക്ക മസ്ജിദ് പുനർനിർമ്മാണ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടുണ്ട് അവിടുത്തെ, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഫണ്ടാണ്. ആ ഫണ്ടിൽ നിന്ന് ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കോടതികൾ ഇതേക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ ആ നിലക്ക് റോങ്ഫുൾ പ്രോസിക്യൂഷന് വിധേയരായിട്ടുള്ള മനുഷ്യർക്ക് നഷ്ടപരിഹാരം നൽകുവാനും അങ്ങനെ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാനും ആവശ്യമായുള്ള നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് വേണം എന്നതിന് ആ നിലയിലേക്ക് ഈ ഡിബേറ്റ് വളരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോകട്ടെ, കുറച്ചും കൂടി ഒരു വൈഡർ ഡിബേറ്റിലേക്ക് പോകട്ടെ, അത് ഗുണകരമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, നൗഫൽ, മുംബൈ സ്ഫോടന കേസും ട്രെയിൻ സ്ഫോടന കേസും അതുപോലെ തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സുപ്രീം കോടതിയുടെ ഇടപെടലും അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ദൗസ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെനിക്ക് ആ വിധി കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ ബാബരി മസ്ജിദ് വിധി പോലെയാണ്. കാരണം അവിടെ അമ്പലം ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം, പള്ളിക്ക് വേണ്ടി ഒരു 5 ഏക്കർ സ്ഥലം വേറെ കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ ഇവരെ ഈ വിധി സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നു, ഇവരെ ജയിലിൽ തുടരുകയും വേണ്ട എന്നുള്ളതാണ് വിധി. പക്ഷേ എൻ്റെ സംശയം 5 പേര് അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിധി സ്റ്റേ ചെയ്യുകയും അവരോട് വീട്ടിൽ പോകാൻ പറയുന്നത് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിൽ ഇനി ഒരു പക്ഷേ ഞാൻ വിധി പൂർണ്ണമായിട്ട് വായിക്കാത്തതിൻ്റെ കുഴപ്പമാണോന്നും അറിയില്ല. അങ്ങനെ വിധിയുടെ ഒരു ജിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്, എന്തുകൊണ്ട് ഇങ്ങനെയെന്നുള്ളത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, സുപ്രീം കോടതി സത്യത്തിൽ ഈ ബോംബെ ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രതികളുടെ ഭാഗത്ത് ആണല്ലോ നിൽക്കേണ്ടത്, വിട്ടയക്കപ്പെട്ടവരുടെ ഭാഗത്താണല്ലോ നിൽക്കേണ്ടത്. കാരണം അതിലെത്ര കൃത്യമായിട്ടാണ് ഇവരുടെക്കെതിരെയുള്ള തെളിവുകൾ ചമക്കപ്പെട്ടതാണ്, ഇവരെ പീഡിപ്പിച്ചിട്ടാണ് ഇവരുടെ മൊഴിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായി അതിൽ വിവരിക്കുന്നു. ഒരു തെളിവും ഇവരുടെ ഭാഗത്തില്ല. സാക്ഷികളെല്ലാം തട്ടിപ്പ് സാക്ഷികൾ, എന്ത് ബോംബാണ് ഉപയോഗിച്ചെന്ന് പോലും ഇതിൽ എഴുതിയിട്ടില്ല. ചിലത് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ ദുർബലമായ ഒരു കുറ്റപത്രത്തിലാണ് ഈ വിചാരണ നടക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് കൃത്യമായിട്ട് കോടതി എഴുതി വെച്ച വിധിയുണ്ട്. അങ്ങനെ ഒരു വിധി നിലനിൽക്കെ ഇത് എങ്ങനെയാണ് സ്റ്റേ ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംശയങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്. കാരണം ഈ ഫട്നാവിസ് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിധിയാണെന്നാണ്. അപ്പോൾ എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയി, നമുക്കത് പെട്ടെന്ന് സുപ്രീം കോടതി പരിഹരിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരുപാട് കേസുകൾ, മലേഗാവ് സ്ഫോടനത്തിന് ശേഷമാണല്ലോ ഇതിൽ മുസ്ലിം തീവ്രവാദികളല്ല മറ്റു ചിലരും ആണ് ഇത്തരം സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ള തോന്നലുകൾ ഉണ്ടായത്. അതുപോലെ ഇതിനി എന്ത് ചെയ്യണം? ഇവരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ്? 180 അല്ല 200-ലേറെ പേര് മരിച്ചിട്ടുണ്ട് അല്ലേ? 206 പേര് മരിച്ചു, പിന്നീട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പം അത്ര ആളുകൾ മരണപ്പെട്ട ഒരു സ്ഫോടന കേസിൽ അത് ആര് ചെയ്തു എന്ന് കണ്ടെത്തണമല്ലോ. ഇവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനിയൊരു പുനരന്വേഷണം നിർബന്ധമാണ്. കാരണം ഈ രാജ്യത്തോടുള്ള ഒരു അക്രമമാണത്. അത് ചെയ്തവരെ കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ അതിനൊരു പുനരന്വേഷണം നടക്കണം. ആ അന്വേഷണം നടന്നാൽ, സത്യസന്ധമായി നടന്നാൽ, നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ വേണമെങ്കിൽ, ആ അന്വേഷണം എവിടേക്കാണ് എത്തുക എന്നുള്ളതൊരു പേടി ഒരു പക്ഷേ ഒരു വലിയ ഈ രാഷ്ട്രീയ നേതൃത്വത്തിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു ആർക്കും ദോഷമില്ലാത്തൊരു വിധിയായി നിർത്തുകയും, ഇപ്പം അവർ വിട്ടയക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരിതിന് പിന്നാലെ പോകുന്നില്ലല്ലോ. ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾക്ക് വീട്ടിൽ പോകാം, ഭക്ഷണം കഴിക്കാം, അച്ഛനും അമ്മയും കാണാം. അപ്പോൾ അവർ സ്വതന്ത്രരാണ്, അവരിനി അതിന് പിന്നാലെ പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പം അവരെ വിട്ടയക്കുന്നു. പക്ഷേ ഇത് ഇനി വരാനിരിക്കുന്ന കേസുകളെ ബാധിക്കാതിരിക്കുകയും വേണം, ഈ കേസിൽ പുനരന്വേഷണം നടക്കാതിരിക്കുകയും വേണം എന്നുള്ള എന്തോ ഒരു അമിക്കബിൾ സൊല്യൂഷൻ പോലെയാണ് എനിക്ക് ഈ വിധിയെ കണ്ടത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചർച്ച നടക്കുകയാണെങ്കിൽ ഇത്തരം കേസുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചർച്ച വളരെ രാജ്യത്തൊട്ടാകെ
നടക്കുകയാണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും. ഈ നഷ്ടപരിഹാരം അടക്കമുള്ളൂ. അബ്ദുൽ നാസർ മദനിയുടെ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹം കോയമ്പത്തൂർ സ്ഫോടന കേസിൽ 9 വർഷം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയ മനുഷ്യനാണ്. വെറുതെ വിടുകയാണ്. 9 വർഷം അദ്ദേഹത്തിന് പകരം കൊടുക്കാൻ ഒന്നുമില്ല, സർക്കാരിൻ്റെ കയ്യിലൊന്നുമില്ല, ഒന്നും കൊടുക്കാൻ പറ്റില്ല, അതിന് നിയമമില്ല. അപ്പോൾ അത്തരം നഷ്ടപരിഹാര കാര്യങ്ങളിൽ ഒരു ചർച്ചയൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ വളരെ നല്ലത്. യെസ്, അത്തരത്തിൽ പല ചോദ്യങ്ങളും കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. 2006 ഈ സ്ഫോടന പരമ്പരയുണ്ടായത്. അപ്പോൾ 19 വർഷങ്ങൾക്ക് ശേഷം അന്ന് പിടിയിലായ പ്രതികളൊക്കെ കുറ്റമുക്തരാക്കി ബോംബെ ഹൈക്കോടതി. അപ്പോൾ ആരായിരുന്നു ആ സ്ഫോടന കേസുകൾക്ക് പിന്നിൽ എന്നത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വർഷങ്ങൾ ഈ പ്രതികൾക്ക് ജയിലിൽ അനുഭവിക്കേണ്ടി വന്ന അനുഭവങ്ങൾ, കൊടിയ പീഡനങ്ങൾ, അതിനൊക്കെ ആര് മറുപടി പറയും എന്ന ചോദ്യം കൂടിയുണ്ട്.